നമസ്കാരം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലെയും പ്രസിഡന്റുമാർ തത്സമയം തങ്ങളുടെ പഞ്ചായത്തുകളുടെ വികസന വഴികളും ഇനി മുന്നേറാനുള്ള പാതകളും കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ, തൃശൂർ ജില്ലയിലെ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെയും നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ ബാലസൗഹൃദ ഭവനം എന്ന പുത്തൻ ആശയം ഇന്ത്യയിൽ തന്നെ ആവിഷ്കരിച്ച ആദ്യ പഞ്ചായത്ത് കൂടിയാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറയുണ്ട്. നമസ്കാരം ശ്രീമതി നസീറ. ബാലസൗഹൃദ ഭവനം എന്ന ആശയം ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവതരിപ്പിച്ച പഞ്ചായത്താണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ബാലസൗഹൃദ ഭവനം? അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത്? ഞങ്ങൾ തവനൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ CWC മലപ്പുറവും ചേർന്നാണ് ഈ ബാലസൗഹൃദ ഭവനങ്ങൾ എന്ന ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അതിന്റെ ആശയം എന്താ വെച്ചാല്, നമുക്കറിയാം ബാലസൗഹൃദ പഞ്ചായത്തുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബാലസൗഹൃദ ഭവനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയും നമ്മുടെ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ്, നമ്മുടെ തവനൂർ ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അതിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ 300ഓളം NSS വളണ്ടിയർമാരെ വെച്ച് വീടുകളിലൊക്കെ ഇപ്പൊ സർവേ കഴിഞ്ഞു. അതിന്റെ ഗൂഗിൾ ഷീറ്റ് പരിശോധിച്ച് വരുന്നുള്ളൂ. അതുമായി തുടർ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകും. ഇതിന്റെ 4 ഘടകങ്ങൾ വെച്ചാല് അതിജീവനം, വികസനം, പങ്കാളിത്തം, സംരക്ഷണം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ കുട്ടികൾ തന്നെയാണോ ഇത്തരത്തിൽ സർവേകളും എല്ലാം തന്നെ നടപ്പിലാക്കുന്നത്? കുട്ടികളുടെ നേതൃത്വത്തിലുള്ള ഒരു പദ്ധതിയായിട്ട് തന്നെയാണോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നത്? ഇത് നമ്മൾ കോളേജ് തലങ്ങളിലുള്ള കുട്ടികളെ, NSSന്റെ കുട്ടികളെ വെച്ച്, കോളേജ് തലത്തിലുള്ള കുട്ടികളെ വെച്ചാണ്. KCAT, അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ ഐഡിയൽ കോളേജ്, KMCT കോളേജ്, ഇവിടെ പഠിക്കുന്ന NSS കുട്ടികളാണ് ഈ സർവേ ചെയ്തത്. ഇതിലപ്പോൾ ഏത് പ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക? നമ്മൾ ഗർഭസ്ഥ ശിശു മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഈ സർവേ ഓരോ വീടുകളിൽ പോയി സർവേ നടത്തുന്ന ഈ കുട്ടികളെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. തീർച്ചയായും അത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ഈ ബാലസൗഹൃദ ഭവനം എന്നൊരു പുത്തൻ ആശയം ഇന്ത്യയിൽ തന്നെ ആദ്യമായി അവതരിപ്പിച്ച ഒരു പഞ്ചായത്താണ് എന്നതൊരു വലിയ രീതിയിലുള്ളൊരു നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ അംഗനവാടികളെല്ലാം സ്മാർട്ടാക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് ഫണ്ടുകൾ ചെലവഴിച്ച ഒരു പഞ്ചായത്താണ്. കഴിഞ്ഞ 2023-24 വർഷത്തിൽ 14 ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് അടക്കം 1 കോടി രൂപയോളം നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 14 ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് പറയുമ്പോൾ മിനി പ്ലാനറ്റോറിയം അടക്കം, നമ്മുടെ തവനൂർ 9 LP UP സ്കൂളുകളാണ്. അതിൽ KNGUP സ്കൂളിലെ മിനി പ്ലാനറ്റോറിയം അടക്കം സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ബോർഡ് അടക്കമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഓരോ സ്കൂളിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വിവിധ പദ്ധതികൾ, അതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങളായിട്ടുള്ള പദ്ധതികളും നമ്മൾ കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ 2024-25 നമ്മൾ തുടർ പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം കേരളത്തിൽ ഒരു സ്കൂളിലും നടത്താത്ത ഒരു പദ്ധതിയായിരുന്നു അത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്തി. വിവിധ സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, സെമിനാറുകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, ഓരോ സ്കൂളിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിദ്യാഭ്യാസ മഹോത്സവം നടത്തിയത്. തീർച്ചയായും ഈ ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ മിനി പ്ലാനറ്റ് അടക്കം ഈ ഒരു പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ഈ ലഹരി വിരുദ്ധ പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികളെല്ലാം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്?
ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഞങ്ങൾ 3 ഘട്ടം, ഇപ്പൊ 3-ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഇത് എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് അവർ പറഞ്ഞ പോലെ കേരളത്തിന് മുന്നേ കണ്ട ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ കാര്യത്തില്. കാരണം ഇത് ഞങ്ങൾക്ക് ഇതിന് തുടക്കം കുറിക്കാൻ വെച്ചാല് ഞങ്ങളുടെ വാർഡിൽ ഒരു സ്ത്രീ വന്ന് ഞങ്ങള് എന്താണ് ഓഫീസിൽ വന്ന് കരഞ്ഞു പറയാ, എന്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ ഒന്ന് പോലീസിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാ കരഞ്ഞു വന്ന് പറയണം. കാരണം ഈ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ട് വീട്ടിലെ അക്രമം കാണിക്കുമ്പോൾ ആ ഉമ്മ ഒരിക്കലും അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങളെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചതും. 3 വർഷമായി ഒപ്പം എന്ന് പേരിട്ടുകൊണ്ട് നമ്മുടെ കുടുംബ സദസ്സുകൾ വിളിച്ചു, കുട്ടികളിലെ വിദ്യാഭ്യാസ സ്കൂളുകളിലെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിനായിട്ടൊരു ഫുട്ബോൾ ടൂർണമെന്റ് അടക്കം ഞങ്ങൾ നടത്തി. വലിയൊരു പരിപാടിയായിട്ട് അത് ഇന്നിപ്പോ നിലനിന്ന് പോവാൻ. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും തന്നെയാണ് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്കായിട്ടെല്ലാമുള്ള പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തരിശുഭൂമികളെല്ലാം തന്നെ കൃഷിഭൂമി യോഗ്യമാക്കി എന്നതടക്കം എടുത്തു പറയേണ്ടതാണ്. ഞങ്ങൾ തവനൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു കാർഷിക പാരമ്പര്യമുള്ള തവനൂർ പഞ്ചായത്താണ്. കാരണം വെച്ചാല് ഒരുപാട് കൃഷിക്കാരുണ്ട്, വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ഞങ്ങള് തരിശു ഭൂമികളെല്ലാം കൃഷിക്ക് അനുയോജ്യമാക്കി ഇപ്പൊ 2 ഘട്ടങ്ങളായി കൃഷി ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തവനൂർ പഞ്ചായത്തിൽ 3 പമ്പ് ഹൗസുകൾ നിലവിലുണ്ട്. ഇനി ഒരു പമ്പ് ഹൗസിന്റെ പണിയും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തെങ്ങ് കൃഷി ആയാലും നെൽകൃഷി ആയാലും അതുപോലെ ഇടവിള കൃഷികളൊക്കെ ആയി നല്ല രീതിയിൽ പോകുന്ന കാർഷിക രംഗത്ത് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ച ഒരു പഞ്ചായത്ത് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ തവനൂർ പഞ്ചായത്തിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ കൃഷി വിജ്ഞാന കേന്ദ്രം തവനൂർ പഞ്ചായത്തിലാണ്. ഈ കൃഷി സമൃദ്ധി പദ്ധതിയെ കുറിച്ച് കേട്ടിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് നമ്മൾ കേരളത്തിലെ 107 പഞ്ചായത്തുകളാണ് ഇപ്പൊ കേരള സർക്കാരിന്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും കീഴില് കൃഷി സമൃദ്ധി എന്നുള്ള ഒരു പദ്ധതിയാണ് ഇപ്പൊ ഉള്ളത്. അതില് 107 പഞ്ചായത്തുകൾ കേരളത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മലപ്പുറം ജില്ലയിൽ 10 പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതിലൊരു പഞ്ചായത്ത് ഞങ്ങൾ തവനൂർ ഗ്രാമപഞ്ചായത്താണ്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി പോകുന്നുണ്ട്. ഇനിയിപ്പോ അതിന്റെ സർവേ കാര്യങ്ങള് അതുപോലെ തന്നെ വാർഡ് തല മീറ്റിങ്ങുകളൊക്കെ വിളിച്ച് ചേർക്കുന്നുണ്ട്. എല്ലാ കർഷകരും അതിന് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഉതകുന്ന തരത്തിലുള്ള കർഷകർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു പദ്ധതി ഞങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും തരിശുഭൂമികളെല്ലാം തന്നെ കൃഷിഭൂമി യോഗ്യമാക്കി എന്നതടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കുടിവെള്ളം അതോടൊപ്പം തന്നെ ഈ ജലസ്രോതസ്സുകളൊക്കെ തന്നെ ഏത് തരത്തിലാണ്? ഇതെല്ലാം പൊതുജലാശയങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണോ ഇത്? ഇപ്പോ ജലജീവൻ മിഷൻ പദ്ധതി ഇപ്പൊ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. മുഴുവൻ വീടുകളിലും ഇപ്പൊ കുടിവെള്ള കണക്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് വീടുകളിലും കൂടി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം റോഡുകളൊക്കെ അതിന്റെ മെയിൻ്റെനൻസ് വർക്കൊക്കെ കഴിഞ്ഞു. പല കണക്ഷനുകളും ഇനിയിപ്പോ കുറച്ചും കൂടി കണക്ഷനുകളും കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർഷം അവസാനമൊക്കെ ആയിട്ട് തന്നെ മുഴുവൻ വീടുകളിലും കണക്ഷൻ കിട്ടുന്ന തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കിട്ടും എന്നുള്ളത് ഉറപ്പ്. അതുപോലെ തന്നെ ജലാശയങ്ങളൊക്കെ പൊതു കുളങ്ങളൊക്കെ നമ്മള് CFC ഫണ്ട് അതുപോലെ ടൈഡ് ഫണ്ടൊക്കെ വെച്ച് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. 2 ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് നമ്മൾ അതിന്റെ പണി പൂർത്തിയാക്കി. ചുറ്റും മതിലുകൾ കെട്ടി അങ്ങനെ അതിനെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും വാസയോഗ്യമായ വീടുകൾ ലൈഫിൻ്റെതായാലും PMAY പദ്ധതി പ്രകാരമാണെങ്കിലും അത്തരത്തിൽ വീടുകളെല്ലാം തന്നെ എത്തിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങള് ലൈഫ് മിഷന്റെ കീഴില് 246 വീടുകൾ എഗ്രിമെന്റ് വെച്ചു. അതിൽ 130ഓളം ലൈഫിന്റെ വീടുകള് പണി പൂർത്തിയായി. മറ്റ് ബാക്കിയും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിദാരിദ്ര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 8ഓളം കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള എഗ്രിമെന്റ് വെച്ചു.
ഇത്രയും കാര്യങ്ങളാണ്. അത് ഈ ഒരു വർഷം കൂടി ആവുമ്പോക്ക് നമുക്ക് മുഴുവൻ വീടുകൾക്കും മുഴുവൻ വീടുകളുടെയും പണി പൂർത്തിയാക്കുന്ന തരത്തിൽ പോകാൻ സാധിക്കും. ഈ ഗതാഗത യോഗ്യമായ ഗ്രാമീണ റോഡുകൾ തന്നെയാണോ ഈ പഞ്ചായത്തിലുള്ളത്? അതെ അതെ, റോഡുകളൊക്കെ കോൺക്രീറ്റ് അതുപോലെ ടാറിങ്, മിക്കവാറും എല്ലാ റോഡുകളും നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും പല ഇപ്പോ മെയിനായിട്ട് ഇപ്പോഴത്തെ വിഷയങ്ങൾ വെച്ചാൽ ജലജീവൻ മിഷൻ വഴി കട്ട് ചെയ്ത റോഡുകളുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു പദ്ധതി അവസാനിക്കുന്നതോട് കൂടിയിട്ട് അതും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതും ഉടൻ തന്നെ നികത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. നിരവധി നേട്ടങ്ങളാണ് ഈ ഒരു പഞ്ചായത്ത് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നമ്മള് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ മാലിന്യമുക്തം ആ കാര്യം സൂചിപ്പിച്ചില്ല. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യൂസർ ഫീ കളക്ഷൻ ഏകദേശം ഓരോ മാസം 65-70% 90% ആയ മാസങ്ങളുണ്ട്. പക്ഷെ കൃത്യമായിട്ട് യൂസർ ഫീ നമുക്ക് കിട്ടുന്നില്ല. കാരണം വെച്ചാല് ആളുകളുടെ തെറ്റിദ്ധാരണകളാണ്. ഇതെന്ന് വെച്ചാല് പല കുപ്രചരണങ്ങളും നടക്കുന്നുണ്ട്. യൂസർ ഫീ കൊടുക്കണോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചാൽ മതിയില്ലേ, അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ്. അപ്പൊ അതിനെ നമുക്ക് പരിപൂർണമാക്കാൻ എന്തായാലും ഈ മാർച്ച് 30 കൂടിയിട്ട് സംസ്ഥാനം ഒട്ടുക്ക് നമുക്ക് 100% മാലിന്യമുക്തം ആക്കാൻ പോവാണ്. അത് ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ആളുകളുടെ ഈ പ്രചരണങ്ങളാണ് നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് പുത്തൻ ഒരു നേട്ടം കൊണ്ടുവരാനുള്ള ഒരു സംരംഭത്തിലാണ് ഉള്ളത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും എം സി എഫുകളും അതോടൊപ്പം തന്നെ ബയോ ബിന്നുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങളിപ്പോ MCF ഞങ്ങൾക്ക് നിലവില് വാടകയ്ക്കാണെങ്കിലും അത് നല്ല രീതിയിൽ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പുതിയ MCF പണി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് വെച്ച് അതിന്റെ TS ലഭിച്ചാൽ ടെൻഡറും മറ്റു കാര്യങ്ങളിലേക്ക് കടന്നാൽ നമുക്ക് അതിന്റെ MCF ന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 38ഓളം ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. കൃത്യമായിട്ട് അവരിലും കുറച്ച് വീഴ്ചകളൊക്കെ, കാരണം എന്താ വെച്ചാല് അവര് കൃത്യമായി കൺസർവേഷനും അതുപോലെ തന്നെ സെഗ്രിഗേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായും നിൽക്കാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളിലും കുറച്ച് സാവധാനം വരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് ഈ ഹരിതകർമ്മ സേനകൾ കൃത്യമായിട്ട് നമുക്ക് ഒരു 10-12,000 രൂപ മാസ വരുമാനം കിട്ടുന്ന തരത്തിൽ തന്നെ നമുക്ക് യൂസർ ഫീ കളക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് നമ്മൾ സ്കൂളുകൾക്കൊക്കെ തുമ്പൂർ മൊഴി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോബിന്, റീകമ്പോസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ പരിപൂർണമായിട്ടും 16-ാം വാർഡ് 14-ാം വാർഡുള്ള വാർഡുകളിലൊക്കെ പരിപൂർണമായിട്ടും നമുക്ക് റീകമ്പോസ്റ്റും ബയോബിനും ഒക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് വീടുകളും കൂടി ബാക്കിയുള്ളൂ. ഒപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? നമ്മളിപ്പോ SC കുടുംബങ്ങൾക്ക് നമ്മള് സ്കോളർഷിപ്പ്, പഠന സഹായ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മൾ അവർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തവനൂരിനെ സംബന്ധിച്ച് അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപടി മുന്നോട്ടാണ്. കാരണം വെച്ചാല് നമ്മൾ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. തീർച്ചയായും. ഈ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും തന്നെ നിരവധിയായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പഞ്ചായത്താണ്. ഭാവി നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങളെ പഞ്ചായത്തിൽ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. പ്രാധാന്യം അതിന് അനുയോജ്യമായ സ്ഥലങ്ങളിൽ, കാരണം വെച്ചാൽ പുഴ പുറമ്പോക്കുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മിനി പമ്പൊക്കെ ഇപ്പൊ നിലവിൽ ടൂറിസ്റ്റ് വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ അതൊക്കെ പഞ്ചായത്തിന് വിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അതിന് ലെറ്ററുകളൊക്കെ സാംസ്കാരിക വകുപ്പിനും അതുപോലെ തന്നെ പുറമ്പോക്ക് ഭൂമിയൊക്കെ കിട്ടുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിനൊക്കെ നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ നല്ല രീതിയിൽ ആ ടൂറിസം മേഖല നമുക്ക് കൊണ്ടുപോകാൻ തവനൂരിനെ സംബന്ധിച്ച് സാധിക്കും എന്നുള്ളതാണ്.
തീർച്ചയായും ടൂറിസം മേഖലയ്ക്ക് ഏറെ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടി ആയതിനാൽ തന്നെ അധികൃതരുടെ ഭാഗത്ത് ഇത് എത്തട്ടെ, എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറയാണ് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി നസീറ.